ഹായ് വ്യൂവേഴ്സ്, വെൽക്കംസ് ടു സുമീസ് കിച്ചൺ. ഇന്ന് നമുക്ക് വെണ്ടയ്ക്ക കൊണ്ട് ഒരു വിഭവം തയ്യാറാക്കാം. വെണ്ടയ്ക്ക മപ്പാസ്. അതിന് വേണ്ടിയിട്ട് 1/4 കിലോ വെണ്ടയ്ക്ക മുറിച്ച് എടുത്തിരിക്കുന്നു. ഒരു തക്കാളി, 6-7 ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, മല്ലിപ്പൊടി 2 ടീസ്പൂൺ, മുളക് പൊടി 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, വേപ്പില, പെരിഞ്ജീരകം 1/2 ടീസ്പൂൺ, തേങ്ങയുടെ 1/4 പാലും 2/2 പാലും. ഇനി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. നമ്മുടെ ചട്ടി ചൂടായി കഴിഞ്ഞു. അതിലേക്ക് ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് വഴറ്റാം. അതിൻ്റെ ഒപ്പം തന്നെ പെരിഞ്ജീരകം, ഇതൊന്ന് വഴന്നതിന് ശേഷം പെരിഞ്ജീരകം ഇട്ട് കൊടുക്കാം. പെരിഞ്ജീരകം, അതിനുശേഷം ഉള്ളി. നമുക്ക് തക്കാളി ചേർത്ത് വഴറ്റാം. നമുക്ക് ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി 2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മുളക് പൊടി 1 ടീസ്പൂൺ. വെണ്ടയ്ക്ക ചേർത്ത് വഴറ്റാം. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് വേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്ക് 2/4 പാൽ ചേർത്ത് അടച്ചു മൂടി ഒരു 5 മിനിറ്റ് വേവിക്കാം. വെണ്ടയ്ക്ക നന്നായിട്ട് വെന്ത് കഴിഞ്ഞു. നമുക്കിനി 1/4 പാൽ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ വെണ്ടയ്ക്ക മപ്പാസ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇത് ചപ്പാത്തിക്കും അപ്പത്തിനും ഒപ്പമൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളാണ്. താങ്ക് യു വ്യൂവേഴ്സ്. താങ്ക് ഫോർ വാച്ചിങ്.